ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള എല്ലാ പേരും ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഏതോ വിധത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു. അത് അയാൾ ഈ ഓൺലൈനും വീഡിയോ ഒക്കെ ധാരാളം കാണുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതികളിൽ ഇതിൻ്റെ ഒരു മോട്ടീവ് ആദ്യം നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഗതികളിലും കാര്യങ്ങളിലുമൊക്കെ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ, പിന്നെ അയാളുടെ സ്വഭാവത്തിൽ നിന്നുമൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വന്നത്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പി ദിനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, 7 വർഷത്തിന് ശേഷമാണ് വിചാരണ പോലും ആരംഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. കേരളത്തെ നടുക്കിയൊരു കൊലപാതക പരമ്പര. ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഈ അന്വേഷണ ഘട്ടത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അന്ന് കെ ബൈജു സാറാണ് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ തലവൻ. പിന്നെ ഞങ്ങളൊരു ടീമായിട്ട് തന്നെയാണ് അത് അന്വേഷണം നടത്തിയത്. അതിൽ ചലഞ്ച് എന്ന് പറയുന്ന ഒരു വീട്ടിനകത്ത് എത്രയും പേര് ഒരു തീവയ്പ് നടന്നു, ആ വീട്ടിൽ ഉള്ള എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാൾ പ്രതിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും മരണപ്പെട്ടു. അത് എങ്ങനെ സംഭവിച്ചു, ഇത് എന്തെങ്കിലും ആക്സിഡൻ്റൽ ഫയറാണോ എന്ന് ഉള്ള ഒരു അസംഷനായിരുന്നു. അപ്പോൾ പിന്നെയാണ് അത് ഗ്രാജുവലി വളരെ ഇൻഡെപ്തായിട്ട് പിന്നെ ബിൽഡിങ് പരിശോധിക്കുകയും അതിൽ നിന്ന് ഓരോ ബോഡികളായിട്ട് എടുക്കുമ്പോഴും അപ്പോഴും നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള എല്ലാവരും ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം, ഏതോ വിധത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് അത് തന്നെയായിരുന്നു അതിൻ്റെ ചലഞ്ചായിട്ട് വന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ പരിസരവാസികൾ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് ഒരു സംശയകരമായ സാഹചര്യങ്ങൾ, അയാളുടെ കാലിലുണ്ടായിരുന്ന ബേൺസ് മുതലായവയൊക്കെ നോക്കുക, അയാളുടെ പിന്നെ പെരുമാറ്റത്തിലെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ അഭിപ്രായങ്ങളിലൊക്കെ അതിൽ ഒരാൾ ഇതിനകത്ത് മരണപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയതെന്നും പിന്നെ അയാളുടെ സ്വഭാവത്തിൽ നിന്നുമൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വന്നത്. അപ്പോൾ പിന്നെ അയാളുടെ ഒരു മെൻ്റൽ ഇൽനെസ് അഭിനയിച്ചതും ഇതിനകത്തേക്ക് കൂടുതൽ പിന്നെ ചലഞ്ചിങ് ആയി. ആദ്യം ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, അത് അയാൾ ഈ ഓൺലൈനും വീഡിയോ ഒക്കെ ധാരാളം കാണുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതികളിൽ ഇതിൻ്റെ ഒരു മോട്ടീവ് ആദ്യം നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഗതികളിലും കാര്യങ്ങളിലുമൊക്കെ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രതി ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് അന്നുണ്ടായത്. അയാൾ നേരത്തെ നടത്തിയിരുന്ന സംഭവം ഈ കുറ്റകൃത്യം നടത്തിയതിന് ശേഷം പുള്ളി ചെയ്ത രീതികളും ഒക്കെ തന്നെ വളരെ കോൺഷ്യസ് ആയിട്ടും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുമായിട്ടാണ് തെളിവ് നശിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ അസ്ഥാനത്തായിരുന്നു. എപ്പോഴാണ് ഈ മാനസിക രോഗമില്ല അല്ലെങ്കിൽ മാനസിക വൈകൃതമല്ല അന്വേഷണ സമയത്ത് തന്നെ നമുക്ക് അത് തെളിയിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ അതിനുള്ള ശാസ്ത്രീയ തെളിവുകളും ഒക്കെ എടുത്തതിന് ശേഷം തന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷണ സമയത്തും അതിനുശേഷവും ഒക്കെ ഇക്കാര്യത്തിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് വിലയിരുത്തി അത് റൂൾ ഔട്ട് ചെയ്ത് കോടതിയും അത് പിന്നെ മനസ്സിലാക്കി. അങ്ങനെയാണ് അതിനകത്ത്. ഇനിയിപ്പോൾ ശിക്ഷാവിധിയാണ്. പ്രതീക്ഷ എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയിരുന്ന സാഹചര്യം അപകടകരമായ ഒരു മാനസികാവസ്ഥയുള്ള ഒരു പ്രതിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊതുസമൂഹത്തിന് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഉചിതമായ രീതിയിൽ ഒരു വിധി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.